1945 ആഗസ്റ്റ് 6-ന് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഒരു നഗരം മുഴുവനും കത്തിച്ചാമ്പലായി. 3 ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു നഗരം. ഹിരോഷിമയും നാഗസാക്കിയും അണുബോംബുകൾ വിതച്ചത് വെറും നാശം മാത്രമായിരുന്നില്ല, മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും വേദനാജകമായ ഓർമ്മകളിൽ ഒന്നായി മാറി. അനേകായിരം മനുഷ്യരുടെ ജീവിതം നഷ്ടപ്പെട്ടു, കുടുംബങ്ങൾ വേർപെട്ടു, നഗരങ്ങൾ നിശബ്ദമായി. പക്ഷേ ചരിത്രം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യുദ്ധങ്ങളിൽ വിജയിക്കുന്നവരുണ്ടാകാം, പക്ഷേ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ആരാണ്? നഷ്ടപ്പെടുന്നത് മനുഷ്യരെയാണ്, നഷ്ടപ്പെടുന്നത് സമാധാനമാണ്, നഷ്ടപ്പെടുന്നത് അവരുടെ ഭാവിയാണ്. എങ്കിലും ചാരത്തിൽ നിന്ന് പ്രതീക്ഷകൾ ഉയർന്നു, തകർക്കപ്പെട്ട നഗരങ്ങൾ ഉയർന്നു, മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നടന്നു. ഹിരോഷിമയും നാഗസാക്കിയും നമ്മോട് പറയുന്ന ഒരേ ഒരു സന്ദേശമാണ്: വിനാശത്തിന്റെ ഓർമ്മകൾ സമാധാനത്തിന്റെ വഴികാട്ടികളാകണം. അണുബോംബിന്റെ ശക്തി മനുഷ്യനെ നശിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സമാധാനത്തിന്റെ ശക്തി മനുഷ്യരാശിയെ രക്ഷിക്കാനും സാധിക്കും. അതുകൊണ്ട് ചരിത്രം മറക്കരുത്, സമാധാനത്തിന്റെ വഴികൾ തുറക്കണം. യുദ്ധത്തിൽ നിന്ന് സമാധാനത്തിലേക്കും വിനാശത്തിൽ നിന്ന് മനുഷ്യരാശിയിലേക്കും.